അവരിവിടെ വന്നിട്ട് അച്ഛനോട് എന്താ പറഞ്ഞേ? അമൃതയുടെ പേരുള്ള കേസുകളൊക്കെ ഒഴിവാക്കി തരാന്ന്. നമുക്കതല്ലേ ആവശ്യം. അവിടെ രക്ഷിക്കാൻ വേണ്ടി എത്ര കാശ് കൊടുത്താലെന്താ? അച്ഛനിപ്പോ എന്താ പറഞ്ഞേ? കേസൊന്നും ഉണ്ടാവില്ലെന്ന്. അതല്ല, കാശ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അച്ഛൻ? കൊടുത്താലെന്താ? കേസെല്ലാം ഒഴിവാക്കി നമ്മുടെ പഞ്ചരത്നം തുറക്കാലോ. അപ്പൊ അച്ഛൻ കാശ് കൊടുത്തു അല്ലേ? കൊടുക്കേണ്ടി വന്നു. നമ്മുടെയല്ലേ ആവശ്യം. അച്ഛൻ വിട്ടിത്തം പറയാതെ എന്താ സംഭവിച്ചെന്ന് പറ. അത് വിട്ടിത്ത അച്ഛൻ കാണിച്ചേ. ബെനിഫിറ്റ് കിട്ടിയ കാശ് മുഴുവൻ അച്ഛൻ അവർക്ക് അയച്ചു കൊടുത്തോ? നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ? അല്ല, ഇതെന്തോ വലിയ ചതിയാ. അച്ഛനല്ലല്ലോ, കലയമ്മ അച്ഛന്റെ ഫോണെടുത്ത് ട്രാൻസ്ഫർ ചെയ്യായിരുന്നില്ലേ? അതാർക്കായിരുന്നു നോക്കിയേ? നോക്ക്. അനുകേച്ചി, 26 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന കലാവതിയുടെ അക്കൗണ്ടിലേക്ക്. ചതിയായിരുന്നു അല്ലേ? അച്ഛന് ചതിക്കുമായിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ല. അച്ഛനല്ലാതെ ആരെങ്കിലും കലാവതി വിശ്വസിക്കോ? ഒരു വാക്ക് ഞങ്ങളെ വിളിച്ച് ചോദിക്കായിരുന്നല്ലോ. പറ്റിപ്പോയി. അന്നേരം അച്ഛൻ അതൊന്നും ചിന്തിച്ചില്ല. എന്റെ അമൃതമോളുടെ രക്ഷ മാത്രമായിരുന്നു മനസ്സിൽ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ബാങ്കിൽ അറിയിക്കണം. അക്കൗണ്ട് ഫ്രീസ് ചെയ്യിക്കണം. ശരി സാർ, ഞാനോട് പറഞ്ഞേക്കാം അങ്ങോട്ട്. അതോ ഞാൻ തന്നെ വരണം അങ്ങോട്ട്? ഓക്കെ, വലിയ ഉപകാരം സാർ. ശരി മഹേന്ദ്ര, പോവാം. സിയെ വിളിച്ചത്. കാർ അവർ കണ്ടുപിടിച്ചു. റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അനന്തകൃഷ്ണന്റെ അമൃതയുടെ പൊടി പോലും ഇല്ല. അതിരിക്കട്ടെ, ചേച്ചി പോയ കാര്യം എന്തായി? പൈസ മുഴുവനും ഞാൻ ട്രാൻസ്ഫർ ചെയ്തെടുത്തു. പക്ഷേ ആ പെമ്പിള്ളേർക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. പ്രശ്നമാവോ? അവർ കംപ്ലൈന്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പണം ഇവിടുന്നാന്നറിയില്ലേ? അതവിടെ ഉണ്ടെങ്കിലല്ലേ. പല അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി അത് തിരിച്ചെടുക്കാനൊന്നും അവര് വിചാരിച്ചാൽ നടക്കില്ല. അല്ലെങ്കിൽ തന്നെ നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചന്ദ്രന്റെ ഭാര്യ ഇപ്പോഴും ഞാൻ തന്നെയാ. ഭർത്താവ് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? ചന്ദ്രൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നാണെന്ന് നമുക്കങ്ങ് സ്ഥാപിക്കാം. ഇനി ഇവിടെ നിൽക്കണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴേ ആ പെമ്പിള്ളരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഇവിടെ വെച്ചൊരു സംസാരം ഉണ്ടായാ അതെല്ലാവർക്കും നാണക്കേടാ. പോവാം. വണ്ടി എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? സി ഒരു കോൺസ്റ്റബിളെ വിട്ട് എടുത്തു തരാന്നാ പറഞ്ഞു. വാ. ഇന്ന് ബാങ്ക് അവധിയാ. അല്ലെങ്കിൽ തന്നെ 3 ബാങ്കുകളിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. കലാവതി ഇപ്പോ കാശെല്ലാം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടാവും. അതിനുള്ള കുബുദ്ധി അവർക്കുണ്ട്. എന്നാലും ഇങ്ങനൊരു അബദ്ധം കാണിച്ചല്ലോ അച്ഛാ. സമ്മതിച്ചിരിക്കുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ ആന്റി പോലെ ആവണം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്റെ വഴിക്ക് ശ്രമിക്കാം. എനിക്കും കിട്ടാനുള്ളത് വാങ്ങണമല്ലോ. ശരി ആന്റി. കലാന്റിയാ, ചന്ദ്രനങ്ങളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ മുഴുവൻ അവരുടെ കയ്യിലായി. എങ്ങനെ? അവർക്ക് ബുദ്ധിയുണ്ട്.
ഇവിടെയുള്ളവരെ പോലെ അല്ലല്ലോ. അതെന്താ നീ എന്നെ കുറ്റം പറയുന്നത്? ചന്ദ്രൻ അങ്ങളിൽ നിന്ന് കാശ് കിട്ടിയ ദിവസം കലാൻറ്റി പറഞ്ഞതാ അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന്. അവര് പറഞ്ഞതുപോലെ ചെയ്തു. ഇവിടുത്തെ കാര്യോ? ആ 60 പവൻ സ്വർണം മേടിച്ചെടുക്കാൻ അംബികാന്റി എന്തൊക്കെ ചെയ്തു, എന്നിട്ട് കിട്ടിയോ? ഇതാണ് കലാന്റിയും അംബികാന്റിയും തമ്മിലുള്ള വ്യത്യാസം. അമ്മയ്ക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ കുരുട്ടുബുദ്ധിയില് നീയും ഒട്ടും മോശമല്ലല്ലോ. ആ സ്വർണം വാങ്ങിച്ചെടുക്കാനുള്ള വഴി നീ നോക്ക്. ഞാൻ നോക്കാം. പക്ഷേ സ്വർണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോ അംബികാന്റിയുടെ നിറം മാറാതിരുന്നാ മതി. പണ്ട് അമൃതയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങാൻ നമ്മളെ പറ്റിച്ചു പോയത് ഓർമ്മയുണ്ടല്ലോ. ആ സൈസ് പണി കാണിക്കരുത്. അത് നീ അമ്മയോട് പറയും. ഞാൻ പറയും, മുഖത്ത് നോക്കി തന്നെ പറയും. കാരണം ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല. അമൃത എവിടെയാണെങ്കിലും അവൾ തിരിച്ചു വരുന്നതിന് മുന്നേ കാര്യം നടക്കണം. ഇപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി, ഹോട്ടൽ പൂട്ടുകയും ചെയ്തു. ഇനി സ്വർണം കൂടി നമ്മുടെ കയ്യിലെത്തിയ പഞ്ചരത്നങ്ങൾ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലാവും. ആന്റി അറിഞ്ഞോ? ആ അമൃത പോലീസുകാരെ വെട്ടിച്ച് മുങ്ങി. അനന്തകൃഷ്ണന്റെ കൂടെ പോയത്. എവിടെയാന്ന് ആർക്കും അറിയില്ല. അവൾ എവിടെയെങ്കിലും പോട്ടെ. അനാഥ പ്രേതമായിട്ട് അവൾ അങ്ങനെ അലഞ്ഞു നടക്കണം. എനിക്ക് തരാന്ന് പറഞ്ഞു പറ്റിച്ച സ്വർണ്ണ എനിക്ക് കിട്ടുന്നത് വരെ അവൾ ഇങ്ങനെ തന്നെ നടക്കണം. അതിനൊരു ബുദ്ധി ഞാൻ പറഞ്ഞു തരട്ടെ. പക്ഷേ ഞാൻ വിചാരിക്കും പോലെയൊക്കെ നടന്ന സ്വർണ്ണ എനിക്ക് കിട്ടണം. അല്ലാതെ സ്വർണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോ വാക്ക് മാറരുത്. നിനക്ക് തരാൻ വേണ്ടിയല്ലേ ഞാൻ അവളോട് സ്വർണം ചോദിച്ചത് തന്നെ. പിന്നെന്താ നിനക്ക് ഇത്ര സംശയം? നീ ഐഡിയ പറ. പഞ്ചരത്നം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യാൻ അവരെ കൊണ്ടാവില്ല. ഈ അവസരമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. എടി നീ വളച്ചു കിട്ടാതെ കാര്യം പറ ദിവ്യേ. അങ്കിള് തിരുവനന്തപുരത്ത് പോയ നിലയ്ക്ക് ഇപ്പൊ നമ്മൾ രണ്ടുപേരും സുമേഷും അഖിലയും ആകാശും മാത്രമേ ഇവിടെയുള്ളൂ. അഖിലയ്ക്ക് എന്ത് പ്രശ്നമുണ്ടായാലും സഹായിക്കാൻ ആകാശ് ചാടിയിറങ്ങും. പക്ഷേ ആകാശിനെ കൂടി നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയാലോ? അഖില ഒറ്റയ്ക്കാവും. നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എന്ന് വെച്ചാൽ എന്തും ചെയ്യാന്ന്. ദേഹോപദ്രവം ഒഴികെ ബാക്കി എന്തും. പണിയെടുപ്പിക്കാം, പട്ടിണിക്കിടാം, വഴക്ക് പറയാം, അവളെ മാനസികമായി തകർക്കാവുന്ന എന്തും ചെയ്യാം. എന്നിട്ട് സഹിയിടുമ്പോ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പഞ്ചരത്നത്തിലേക്ക് പോവാനും പറ്റില്ല. ആശുപത്രിയിലേക്ക് തന്നെ പോവേണ്ടി വരും. ആ സമയം നോക്കി നമുക്ക് വിലപേശാം. ആ സ്വർണം തന്ന അഖില ഇവിടെ താമസിപ്പിക്കാന്ന് നമ്മൾ പറയണം. സമ്മതിക്കല്ലാതെ ചന്ദ്രൻ അങ്കിളിനോ അനഘയ്ക്കോ ഒരു വഴിയുമില്ല. അമൃതയാണെങ്കിലോ ഒളിവിലുമാണ്. പക്ഷേ ആകാശിനെ എങ്ങനെ ഇവിടുന്ന് മാറ്റും? ഇത്രയും ബുദ്ധി ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇനി ആന്റി ഒന്ന് ആലോചിക്കാം. എന്തെങ്കിലും വഴിക്ക് ആകാശിനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. ബാക്കി എനിക്ക് വിട്ടേക്ക്. അഖിലെ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും ഞാൻ. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അയാളെ എപ്പോഴും അത്രയ്ക്ക് വിശ്വാസമൊന്നും പോരാ. അമൃത കൂടെ ഉണ്ടെന്ന് കള്ളം പറയോടാ? എങ്ങനെ അറിയാം? കൊല്ലാൻ മടിക്കാത്ത ആക്ക് കള്ളം പറയാൻ മടിയാണോ? അച്ഛൻ കള്ളം പറഞ്ഞതൊന്നുമല്ല. എന്നോട് സംസാരിക്കുമ്പോ അമൃതേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അമൃതേച്ചിയോട് ഞാൻ സംസാരിച്ചതല്ലേ. ഇടി അത് വീഡിയോ കോളൊന്നും അല്ലല്ലോ. അമൃതയാണെന്നുള്ളതിന് എന്താ തെളിവ്? ഏട്ടൻ ഇങ്ങനെ വൃത്തികെട്ട സംശയം കൊണ്ട് നടക്കരുത്. അമൃതേച്ചി തന്നെ എന്നോട് സംസാരിച്ചത്. ശബ്ദം കേട്ട എനിക്കറിയില്ലേ. അങ്ങനെ മറ്റൊരാളെ കൊണ്ട് വിളിപ്പിക്കുകയൊന്നുമില്ല.
പിന്നെ അവളോട് പോയി. പോലീസ് എങ്ങാനും. അതെ, പോലീസ് കണ്ടുപിടിച്ചോന്നാ. എന്നിട്ട് ചിലപ്പോ രഹസ്യമാക്കി വെക്കുന്നതായിരിക്കോ? അങ്ങനെ സംശയിക്കാം. ഈ സി അടക്കം ചിലര് കലാവതിക്ക് വേണ്ടപ്പെട്ടവരാ. അങ്ങനെ ഒരു നീക്കം നടക്കാം. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യട്ടാ? പോലീസില് എനിക്കും കുറച്ച് ആൾക്കാരെ അറിയാലോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഒരു ഗതികേട് പിടിച്ച പെണ്ണ, ഒരിക്കലും സ്വസ്ഥതയില്ല. എടോ, താൻ വിഷമിക്കാതിരിക്കേ. അമൃതേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ചെറുപ്പം മുതൽക്കേ എന്തൊക്കെ കഷ്ടപ്പെടുന്ന കരകയറി വന്നത് അമൃതേച്ചി. ഇങ്ങനൊരു കേസ് വന്നുകൊണ്ടെന്നും അമൃതേച്ചിയുടെ ആത്മവിശ്വാസം തകരാനൊന്നും പോകുന്നില്ല. അതൊക്കെ ശരിയാകാശേട്ടാ, പക്ഷേ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അമൃതേച്ചിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എവിടെയാണെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. ചേച്ചി സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു വിവരം നമുക്ക് കിട്ടാതിരിക്കില്ല. അങ്ങനെ പ്രതീക്ഷിക്കാന്നല്ലാതെ. ഇങ്ങനെ ടെൻഷൻ ആവണ്ട, ഞാനും കൂടെ ഒന്ന് അന്വേഷിക്കാം. പെട്ടെന്ന് എവിടെയായാലും അതറിയാൻ ശ്രമിക്കാം. നീ എങ്ങോട്ടാകാശേ? അമൃതേച്ചി കേസുമായിട്ട് ബന്ധപ്പെട്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. അത് എവിടെയാണെന്ന് അറിയാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ആർക്ക്? ഞങ്ങൾ രണ്ടുപേർക്കും. ചുമ്മാ കള്ളം പറയല ആകാശേ. പെൻഷൻ മുഴുവനും അഖിലേക്കാ. അതുകൊണ്ടല്ലേ നീ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്? അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ. അതെ, എന്റെ ഭാര്യയ്ക്ക് ഒരു സങ്കടം വന്ന ആശ്വാസമുണ്ട് ഞാനല്ലേ. ആയിക്കോ. പക്ഷേ അച്ഛൻ MLA യുടെ ശുപാർശ കത്തുമായിട്ടേ മിനിസ്റ്ററെ കാണാൻ പോയിരിക്കുന്ന എന്തിനാന്ന് അറിയോ? സ്പോർട്സ് കോട്ടയിലെങ്കിലും നിന്റെ നഷ്ടപ്പെട്ട ജോലി സ്ഥിരമാക്കാൻ. അതെന്താ നീ മനസ്സിലാക്കാത്ത? അതെനിക്കറിയാം. എന്നുവെച്ച് അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധം ഇല്ലാതെ പിന്നെ? ഇപ്പൊ എന്റെ ഏട്ടൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. നിന്നോട് ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇന്നോ? അതെന്തിനാ? അച്ഛനിങ്ങോട്ട് വന്നിട്ട് പോരെ അമ്മാവനെ പോയി കാണുന്നത്? പോരാ. ഏട്ടൻ കോഴിക്കോട് ഒരു ഗവൺമെന്റ് സ്കൂളില് പോസ്റ്റിംഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിനിസ്റ്റർ അങ്ങോട്ട് വിളിച്ചു പറയും, അമ്മാവന്റെ കൂടെ നീ അവിടെ ചെന്ന് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനെ കാണണം. അതെ, കോഴിക്കോടൊന്നും പോസ്റ്റിംഗ് കിട്ടിയാൽ പോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. പണിയെടുക്കാൻ താല്പര്യമില്ലെന്ന് പറ. വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതിന് സുഖം പണിയെടുത്താ കിട്ടില്ലല്ലോ. ഏട്ടത്തി വെറുതെ ഓരോ കൊള്ളിവാക്ക് പറയണ്ട. ഞാൻ ഇത്രയും കാലം പണിയെടുത്ത് തന്നെയാ ജീവിച്ചത്. അപ്പൊ പിന്നെ എന്താ? ഇവളെ കാണാതിരിക്കാൻ മേലാഞ്ഞിട്ടാണോ? അതാണെങ്കിൽ നീ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ ഏതെങ്കിലും സ്കൂളിലേക്ക് നിനക്ക് മാറ്റം കിട്ടും. ആകാശേട്ടാ, ഇപ്പൊ അത്യാവശ്യം ഒരു ജോലിയാ. മാമനും അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നേ. അമൃതേച്ചിയുടെ കാര്യമൊക്കെ അഭിയേട്ടനും അച്ഛനും കൃഷ്ണേട്ടനും ചേർന്ന് നോക്കിക്കോളും. ആകാശേട്ടൻ ജോലിക്കാരി ശരിയാക്കാൻ നോക്ക്. അവനവന്റെ കാര്യം നോക്ക് ആകാശേ. അത് കഴിഞ്ഞല്ലേ മറ്റുള്ളവരുടെ കാര്യം. അതെ, എടാ ആദ്യം സ്വന്തം കാലിൽ നിക്ക്, വെറുതെ ഭാവി കളയാതെ. സ്വന്തമായിട്ടൊരു ഹെൽത്ത് ക്ലബ് തുടങ്ങാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഇനി കുറച്ച് സമയം എടുക്കില്ലേ ആകാശേട്ടാ? ഒരു ജോലിയിൽ ഇരുന്നിട്ടായാലും ഇതൊക്കെ നടത്താലോ. ആകാശേട്ടൻ പോയിട്ട് വാ. ചെല്ല്. ശരി, നിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി നോക്കാം. ഹലോ, ഞാൻ മാളവികയാ, ഫോറസ്റ്റ് റേഞ്ചർ. മനസ്സിലായി.
ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടാണോ ഒരിക്കൽ പോലും വിളിക്കാതിരുന്നേ? എന്ത് എമർജൻസി ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അത്രയ്ക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാ. ചെറിയ കാര്യമാണ് അമൃതയെ കാണാതായത്, അതെന്നെ അറിയിക്കേണ്ടല്ലേ? പെട്ടെന്ന് മാഡത്തിന്റെ കാര്യം ഓർമ്മ വന്നില്ല, വിളിക്കേണ്ടതായിരുന്നു. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാ. പഞ്ചരത്നത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ മാഡം അറിഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ അറിഞ്ഞു. അമൃതയുടെ പേരിലാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ, ലൈസൻസ് അമൃതയുടെ പേരിലാണല്ലോ. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലാ പോലീസിന്റെ ഇടപെടലുണ്ടായതും അമൃത മാറിയുന്നത്. ഇപ്പോ അവളതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇന്ന് സൺഡേയാ, നാളെ പബ്ലിക് ഹോളിഡേയും. അപ്പോ മറ്റന്നാളല്ലേ കോടതിയിൽ ഹാജരാക്കാൻ പറ്റൂ? അതുവരെ എന്ത് ചെയ്യും? അതിനെ ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് അമൃത പോലീസ് കസ്റ്റഡിയിലാവാൻ പാടില്ല. മറ്റന്നാൾ കോടതി കൂടുമ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിലിന് ആപ്ലിക്കേറ്റ് ചെയ്യാമെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അതുവരെ അവളെ മാറ്റി നിർത്തുകയും വേണം. പക്ഷെ അവളിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അതിൻ്റെ ഒരു ടെൻഷനില്ല ഞങ്ങളെല്ലാവരും. അമൃതയെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവള് വളരെ സേഫ് ആയിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട്. മാഡത്തിന്റെ കൂടെ ഉണ്ടോ? അതെങ്ങനെ അമൃത മാഡത്തിന്റെ അടുത്തെത്തിയത്? അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. എന്തായാലും ഇന്നും നാളെയും അമൃത എന്റെ സേഫ് കസ്റ്റഡിയിലായിരിക്കും. എന്റെ അണ്ടറിൽ നിന്ന് ഒരു പോലീസുകാരും അവളെ കൊണ്ടുപോകില്ല. ധൈര്യമായിട്ടിരിക്കെ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഇപ്പോഴോ ഒന്ന് സമാധാനമായത്. ശരി, ഞാൻ വിളിക്കാം. ശരി. എഴുന്നേറ്റായിരുന്നോ? നല്ല ഉറക്കത്തിലായിരുന്നു. എഴുന്നേപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ. ഉറങ്ങിപ്പോയി, അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം ശരീരത്തിനല്ല അമൃതേ, മനസ്സിനാ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ മനസ്സിലുണ്ടായ ശരീരം തളർന്നു പോവും. അത് എന്നെക്കുറിച്ചല്ല എൻ്റെ ചിന്ത. എന്നെ കണ്ടുകിട്ടാതാവുമ്പോ പോലീസുകാര് അനിയത്തിമാരെ ദ്രോഹിക്കുമെന്നാ. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇനിയായാലും അങ്ങനെ സംഭവിക്കില്ല. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എല്ലാരും ഇപ്പോ എന്നെ അന്വേഷിക്കുകയായിരിക്കും. കുട്ടികള് പേടിച്ചിട്ടും ഉണ്ടാവും. അതൊന്നും ഓർത്ത് അമൃത വിഷമിക്കണ്ട. മുന്നേ വിവേകിനെ വിളിച്ച വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോ അഭിമന്യുവിനെ വിളിച്ചു. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. സുരക്ഷിതമായിട്ട് നീ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റാരെ അറിയിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. എത്ര നാളാ ഇങ്ങനെ ഒളിച്ചു താമസിക്ക? ഇന്നും നാളെയും കോടതി അവധിയാ. അത് കഴിഞ്ഞ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം. അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുവരെ നിന്നെ ഞാൻ എന്റെ കൂടെ നിർത്തും. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു. മാഡം എങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എന്നെ മുന്നിലെത്തി? അപ്രതീക്ഷിതമായിട്ടൊന്നുമല്ല. ഞാൻ ഇന്നലെ വിവേകിനെ വിളിച്ചു. സാധാരണ അവൻ എന്റെ ഫോൺ എടുക്കാറുള്ളതല്ല. ഇന്നലെ ബെല്ലടിച്ചപ്പോ തന്നെ എടുത്തു. അപ്പോഴേ ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ രഹസ്യമായിട്ട് ഞാൻ അമൃത അന്വേഷിച്ചു. അങ്ങനെയാ അമൃത അനന്തകൃഷ്ണനൊപ്പം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ അനന്തകൃഷ്ണനെ വിളിച്ചിരുന്നു. അങ്ങനെ അമൃതയെ വഴിയിലിറക്കിയത്. അപ്പോഴൊക്കെ നിങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ പോകുന്നു? അറിയില്ല.
ഇതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കറിയാം. ഞാൻ നിന്നെ തേടി തന്നെ വന്നത്. കാറി കയറ്. അപ്പോ കൃഷ്ണേട്ടൻ എന്നെ ഇവിടെ ഇറക്കിയത്? അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ മുതൽ നീ എന്റെ സംരക്ഷണയിലാ. വാ, വന്ന് വണ്ടി കയറ്.